വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മുണ്ടക്കൈയിൽ 2024 ജൂലൈ 30 പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ സംഭവമാണ് മുണ്ടക്കൈ ദുരന്തം. ഈ ദുരന്തത്തിൽ 350ഓളം ആളുകളുടെ മരണം സ്ഥിരീകരിച്ചു. ഗ്രാമത്തിന് മുകൾ വശത്തായി ഇരുവഴിഞ്ഞിപ്പുഴയുടെ പ്രഭവസ്ഥാനത്ത് ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും മലവെള്ളപ്പാച്ചിലിൽ കല്ലാടിപ്പുഴയ്ക്ക് കുറുകെ മുണ്ടക്കൈയും ചൂരൽമലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചു പോവുകയും ചെയ്തു. അതോടെ അട്ടമന, മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളുടെ പുറംലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു. ശക്തമായ ഒഴുക്കിൽ പുഴ ദിശമാറി ഒഴുകുകയും ചൂരൽമല അങ്ങാടി മുഴുവനായും ഒലിച്ചു പോകുകയും ചെയ്തു. കനത്ത മഴയും പുഴയിലെ കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി. മലവെള്ളപ്പാച്ചിലിൽ വെള്ളാർമല GVHS സ്കൂളിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിലായി. ഇന്ത്യൻ സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സംഘവും രക്ഷാപ്രവർത്തനത്തിനായി മുണ്ടക്കൈയിലെത്തി. സൈന്യവും എയർഫോഴ്സും ചേർന്ന് ചൂരൽമലയിൽ താൽക്കാലിക പാലം നിർമ്മിച്ചു. ചൂരൽമലയെയും മുണ്ടക്കൈയെയും ബന്ധിപ്പിച്ചാണ് ഈ പാലം നിർമ്മിച്ചത്. നിരവധി പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ മുണ്ടക്കൈയിൽ വീണ്ടും ഉരുൾപൊട്ടുകയും രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ സംസ്ഥാനത്ത് 2 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ചൂരൽമലയിലെ പള്ളിയിലും മദ്രസയിലും പോളിടെക്നിക്കിലും പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിനായി താൽക്കാലിക ആശുപത്രി തുറന്നു. വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ചൂരൽമലയിൽ എത്തുകയും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവരെ ആകാശമാർഗേണ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ ദേശീയ സഹായനിധിയിൽ നിന്ന് നൽകുമെന്ന് പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപയും ആശ്വാസധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ അടിയന്തര സഹായധനമായി 5 കോടി രൂപ അനുവദിച്ചു. നിരവധി പ്രമുഖരും സിനിമാ സീരിയൽ മേഖലയിലുള്ളവരും സംഭാവന നൽകി. ISROയുടെ കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ കണ്ടെത്തൽ പ്രകാരം കേരളത്തിലെ വയനാട് ജില്ലയിലെ ചൂരൽമല പട്ടണത്തിലും പരിസരത്തും കനത്ത മഴയിൽ വൻ മണ്ണിടിച്ചിലുണ്ടായി. ഈ ദുരന്തത്തിൽ നിരവധി ആളുകൾ മരണമടഞ്ഞു. നിരവധി പേരെ കാണാതായി. മലയിടിച്ചിലിന്റെ മുകൾ ഭാഗത്തിന്റെ 3D ദൃശ്യവൽക്കരണം കാണിക്കുന്നത് കുന്നിൻ ചെരുവിന്റെ ഒരു വലിയ ഭാഗം പ്രഭവ കേന്ദ്രമായിട്ടുണ്ടെന്നാണ്. ഉരുൾപൊട്ടലിന്റെ വിസ്തൃതി 86,000 ചതുരശ്ര മീറ്റർ ആണ്. ഏകദേശം 1,550 മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടലിന്റെ മുകൾ ഭാഗം സ്ഥിതി ചെയ്യുന്നത്.